ഇന്ന് ഞാൻ എല്ലാ ദിവസങ്ങളും രാവിലെ 5 മണിയാകുമ്പം റെയിൽവേ സ്റ്റേഷനിൽ വരും. ഈ ലോകം അവസാനിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ നോയമ്പ് കാലത്ത് പോലും ഞാൻ ഇടയത്താഴ കഴിച്ചിട്ട് ഓടി സ്റ്റേഷനിൽ വരും. കാരണം പൊതുജനങ്ങൾ വരുന്നതിന് മുമ്പേ എനിക്ക് ആ സ്ഥാപനം വൃത്തിയാക്കണം. എൻ്റെ ലക്ഷ്യം അതാണ്. 10 പേര് വന്ന് ചവിട്ടി തേച്ച് ഇവിടെ വൃത്തിയില്ല അത് പറയാൻ അത് കേൾക്കാനുള്ള മനസ്ഥിതിയില്ല. 5 മണിക്ക് വന്ന് അടുത്ത് ജനങ്ങൾ യാത്രക്കാർ വരുന്നതിന് മുമ്പ് തൂത്ത് വൃത്തിയാക്കുക, ക്ലീൻ ചെയ്യുക, ആളുകൾ വരുമ്പോൾ നീട്ടായിട്ട് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളൊരു മനസ്ഥിതിയാണ്. അങ്ങനെ ഞാൻ അന്ന് ജോലി ചെയ്ത് ഇങ്ങനെ ട്രാക്കിൽ കൂടെ നല്ല കൊടും വെയിൽ, സമയം 9:35. അന്ന് വണ്ടി 1 മിനിറ്റ് ലേറ്റായിട്ട് വന്നു. 9:36 വന്നു. വണ്ടി വന്ന് നിൽക്കുന്നു സ്റ്റേഷനിൽ. ഞാൻ പിറക്കി പോവുക, ട്രാക്കിൽ വേസ്റ്റ് പിറക്കി പോവുക. ഞാൻ പോയി കുറേ ദൂരം ചെന്നപ്പോഴത്തേക്ക് അപ്പം ഞാൻ ഇങ്ങനെ പിറക്കുന്ന കൂട്ടത്തിൽ ലൈൻ ഇങ്ങനെ ഒന്ന് നോക്കും. കയറ്റമിറക്കം ഈ വെള്ളി ചെയ്തെടുത്ത് അത് വിണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ കയറ്റമിറക്കം ഇച്ചിരി കൂടുതൽ കാണുന്നിടത്ത് ഞാൻ എന്തെടുക്കും, പെട്ടെന്ന് പോകും. അവിടെ ചെന്ന് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്നും പറഞ്ഞ് അങ്ങനെ പിറക്കിപ്പോയപ്പോൾ ഈ കയറ്റമിറക്കം ഞാൻ ദൂരെ നിന്ന് നോക്കിയപ്പോൾ ഒരു വല്ലാത്ത കയറ്റിറക്കം. ഇത് വിണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഭാഗം താന്നിരിക്കുന്നു, ഒരു ഭാഗം പൊങ്ങിയിരിക്കുന്നു. ഞാൻ അടുത്ത് സ്പീഡിന് ചെന്നു. അപ്പോഴത്തേക്ക് വണ്ടി വിട്ടു. അവിടുന്ന് വണ്ടി വിട്ടു. ഞാൻ ചെന്ന് കണ്ടതും പിന്നെ എന്താണ് ഞാൻ ചെയ്തതെന്നുള്ളത് എൻ്റെ വലിയവൻ എനിക്ക് തന്ന ആ ഒരു മനസ്ഥിതി എനിക്ക് ഇപ്പോഴും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെ ഓടിയെന്നുള്ളത് പോലും ഇപ്പോഴും ആലോചിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇത് കണ്ടതും എൻ്റെ ആ വേസ്റ്റ് കൊട്ട കറക്റ്റ് അവിടെ അടയാളം വെച്ചു. അടയാളം വെച്ച് കയ്യിൽ കിടന്ന ഗ്ലൗസ് ഊരി പിടിച്ചോണ്ട്, അപ്പം റെയിൽവേക്ക് ഒരു റൂളുണ്ട്, എന്തെങ്കിലും ഒരു അപകടം കണ്ടാൽ നമ്മളിതാ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ കാണിക്കുമ്പോൾ ആ എതിരെ വരുന്ന ട്രെയിൻ നിർത്തണമെന്നുള്ളതാണ് ഈ അടയാളം. എന്നിട്ട് പോലും ട്രെയിൻ എൻ്റെ മുമ്പിൽ വരിക. ഞാൻ ഓടുന്നു. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ യാത്ര ചെയ്യാതിരിക്കുന്നവർ അയ്യോ ഇല്ല പെങ്കൊച്ചതാ ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. അവരറിയുന്നില്ല, അവർ യാത്രയ്ക്ക് വന്നവർ. അന്ന് ഐലൻഡ് എക്സ്പ്രസ് 1 മണിക്കൂർ ലേറ്റ് കന്യാകുമാരി പോകുന്നത്. അതിന് വന്ന യാത്രക്കാർ പറഞ്ഞു അയ്യോ. അപ്പം എന്നെ അറിയുന്നവർ പറയുന്നത് അയ്യോ സൈനബ എന്തിനാ വണ്ടിയുടെ മുമ്പിൽ ഓടുന്നേ. എനിക്ക് ഇങ്ങോട്ടും മറുപടിയില്ല, ഒരു സ്വയബോധമില്ല. ഞാൻ മെറ്റിലിൻ്റെ പുറത്തും പാളത്തിൻ്റെ പുറത്തും കട്ടയുടെ പുറത്തും ഓടി എന്തായാലും ഇഞ്ചിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് അവർ വണ്ടി നിർത്തി. അതിന് മുമ്പേ തന്നെ ഞാൻ ഓടുന്ന കണ്ടുകൊണ്ട് അവർ മെയിൽ അധികാരിയെ വിളിച്ചേച്ച് ചോദിച്ച്, സാറേ ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് വണ്ടി നിർത്താൻ കൈ കാണിക്കുന്നു, എന്ത് ചെയ്യണം? ട്രിവാൻഡ്രത്ത് അവരുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞു അങ്ങനെ കരുനാഗപ്പള്ളിയിൽ നിന്ന് സൈനബ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും കണ്ടോണ്ടായിരിക്കും, എന്നാൽ വണ്ടി നിർത്തും. വണ്ടി നിർത്തി അവർ ഇറങ്ങി വന്ന് എന്താ കാര്യമെന്ന് ചോദിച്ചു. ഞാൻ പറയും സാറേ ഒരു വിള്ളൽ, ട്രെയിൻ പാളത്തിൽ ഒരു വിള്ളൽ. എവിടാ ഇത്? സാറേ ഞാനൊരു കൊട്ട അടയാളം വെച്ചേക്കുന്നുണ്ട് സാറേ, എൻ്റെ വേസ്റ്റ് കൊട്ട അടയാളം. ഇവരിറങ്ങി എൻ്റെ കൂടെ. അപ്പം എന്നെ വഴക്ക് പറഞ്ഞു, ഇങ്ങനെ ഓടാൻ പാടില്ല, നിങ്ങളൊരു കല്ല് തട്ടി വീണു, ഒരു പാളത്തെ തലയിടിച്ചു, ആരെങ്കിലും സഹായിക്കാനുണ്ടോ? റെയിൽവേ ഒന്നും ഏക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഓടി വന്നത് ആപത്തിൽ നിന്ന് രക്ഷിക്കാനാണ്, പക്ഷെ നിങ്ങളുടെ ജീവൻ വിലപ്പെട്ടതാ, നിങ്ങളുടെ മക്കൾക്ക് ഇല്ലാതാവും എന്നും പറഞ്ഞ് വഴക്ക് പറഞ്ഞ് അവരെൻ്റെ കൂടെ നടന്നു വരുക. വണ്ടി ഇവിടെ കിടക്കുന്നു. വന്ന് നോക്കിയപ്പം പറയാ, എൻ്റെ ഇതാണോ ചെറിയ വിള്ളൽ, ഞങ്ങളിപ്പം വല്ലവരുടെ അയ്യത്ത്, ഈ വണ്ടി ഞങ്ങളുമായിട്ട് വല്ലവരുടെ അയ്യത്തിരുന്നേന് എന്നും പറഞ്ഞ് അപ്പം തന്നെ കൈ കൊടുത്തു. അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചു. അവർക്ക് ഇനി അതിലും വലിയ സന്തോഷമായിരുന്നു. അപ്പോഴത്തേക്കും മെയിൻ്റെനൻസ് അടുത്ത് വർക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർ വന്ന് പെട്ടെന്ന് തന്നെ ക്ലാമ്പ് ചെയ്തു. പിന്നെ 2 പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് അടിയിലൊരു കട്ട വലിയൊരു തടി കഷ്ണം വെച്ചു. ആ വണ്ടി 1 മണിക്കൂർ ലേറ്റായിട്ട് പോയി. പിന്നെ ആ മെയിൻ്റനൻസ് പണി വൈകിട്ട് 5 മണി വരെ അവിടെ നടന്നു. ആ ഒരു അപകടം എന്ന് പറയുന്നത്, ആ സംഭവം ഞാൻ കണ്ടില്ല. അപ്പം ഞാൻ ആലോചിക്കുന്ന വേറെ ഒന്നുമില്ല, അവിടെ ഇഷ്ടംപോലെ വർക്കാരുണ്ട്, വലിയവനെ എന്നെ കാണിച്ചതാണ്. അപ്പോൾ ഇത് സാധാ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ ക്ലീൻ ചെയ്യുന്ന ഒരു പെണ്ണുങ്ങൾക്ക് അപ്പ് ലൈൻ ഏത് ടൗൺ ലൈൻ ഏത് അറിയത്തില്ല. ഈ വിള്ളൽ എന്താണെന്ന് വെച്ചാൽ അറിയത്തില്ല. കാരണം ചില ഇടങ്ങളിൽ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നിടത്ത് ചെറിയ ഇതുണ്ട്, അതാന്ന് വിചാരിക്കും. പക്ഷെ ഈ വിള്ളൽ ഈ സൈനബ എങ്ങനെ കണ്ടുപിടിച്ചു, അവർക്ക് ആ ബുദ്ധി എങ്ങനെ തോന്നി, ഇതാണ് ഇപ്പം പൊതുവെ ജനങ്ങളോട് ഒരു. അപ്പോൾ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങി വണ്ടി എന്താ നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നവരല്ല ഞങ്ങളുടെ ജീവൻ രക്ഷിച്ച് എന്നും പറഞ്ഞ് എല്ലാവരും ഫോട്ടോ എടുക്കുകയും കൈ കൊടുക്കുകയും, അവർക്ക് ഇതുപോലെ ഒരു സന്തോഷമില്ല. അപ്പം ഞാൻ അന്നേരം അത് കഴിഞ്ഞോണ്ട് റെയിൽവേ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് വന്ന്, സൈനബ ഇതെങ്ങനെ കണ്ടുപിടിച്ചു? ഞാൻ പറഞ്ഞു സാറേ ഞാനിങ്ങനെ ഒരു സംശയമുള്ളത് ഞാനിങ്ങനെ നോക്കുമായിരുന്നു, അങ്ങനെ ഇത് എൻ്റെ കണ്ണിൽപ്പെട്ട്. അങ്ങനെ അഭിനന്ദനങ്ങളായി ഇതായി സന്തോഷം. ആ വണ്ടിയിലിരുന്നവർ കരയുമായിരുന്നു, എന്തെങ്കിലും പറ്റിപ്പോയാൽ ഞങ്ങളുടെ ജീവൻ പോയി, പക്ഷെ നിങ്ങളുടെ ജീവൻ അതിൽ വിലയുള്ളതായിരുന്നു, നിങ്ങൾ അത് കളഞ്ഞാണ് ഞങ്ങളെ രക്ഷിച്ചതെന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷം. എന്ന് വെച്ച് ഈ സാറ് പറഞ്ഞ പോലെ തന്നെ ആരെയും ബോധിപ്പിക്കാനല്ല, ഈ ഒരു അപകടം നടന്നാൽ അത് എന്നെയും ബാധിക്കുന്നത്. നമ്മുടെ കരുനാഗപ്പള്ളി രാജ്യത്ത് ഒരു വൻ ദുരന്തം നടന്നാൽ നമ്മളെ എല്ലാവരെയും ബാധിക്കുന്നതാണ് ആണോ? അത് വലിയ വാർത്തയാണ്, ഇന്ത്യ രാജ്യത്ത് വലിയ വാർത്തയാണ്. ആ ഒരു വാർത്ത ഇല്ലാതെ പടച്ചവൻ കാത്തെന്നുള്ളത്
അതുകൊണ്ട് എനിക്കത് വലിയ സന്തോഷമായിട്ട് ഞാൻ വേറെ ഒന്നും പ്രതീക്ഷിച്ചില്ല. അതെനിക്ക് വലിയ സന്തോഷം. നിങ്ങൾ ഈ വേദി ഒരുക്കി തന്നെ എന്നെ ഇത്രയും എത്തിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, സന്തോഷം. ഒരു വലിയ ദുരന്തം ഒഴിവാക്കാൻ മുന്നോട്ട് വന്ന ഒരു പ്രിയപ്പെട്ട വനിതയാണ് നമ്മുടെ സൈനവാത്ത. നമ്മുടെ ലോകം തന്നെ ഞെട്ടിയേക്കാവുന്ന ഒരു ദുരന്ത വാർത്ത മാറ്റിക്കൊണ്ട് പെട്ടെന്ന് അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളെ ആ വാർത്ത അറിയിക്കുകയും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണം വെഡ്സ് ഇന്ത്യ ആഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ കൊണ്ടുവന്നതും അവർക്കൊരു സ്വീകരണം കൊടുക്കുന്നതും ഒക്കെ തന്നെ. ഇത്രയും വർഷകാലയളവിലായിട്ടും താൽക്കാലിക വേതനത്തിലാണ് ആ ജോലി ചെയ്യുന്നത്. ആക്ഷൻ കൗൺസിലിന്റെ കൺവീനർ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത് വളരെ നാളുകളായി ശ്രമിക്കുകയാണ് ആ ജോലി സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. ഇതൊരു കാരണം കൂടിയാകട്ടെ എന്ന് മാത്രം നമ്മൾ ആഗ്രഹിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആ ട്രെയിനിലുള്ള പാസഞ്ചേഴ്സ് പലരും ഇത് അറിഞ്ഞു കാണത്തില്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് പോലും പലരും ചിലപ്പോൾ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. പലരും പല രീതിയിലുള്ള സംസാരത്തിലും പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആയിരുന്നായിരിക്കും, പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അവരുടെ കുടുംബത്തിനും ഷാക്സ് നിർത്തിയും എൻ്റെ പേരിലും വെഡ്സ് ഇന്ത്യയുടെ പേരിലും വളരെയധികം നന്ദി. 29 വർഷത്തിലധികമായി കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഞങ്ങളോടൊപ്പം റെയിൽവേ ആക്ഷൻ കൗൺസിലിനോടൊപ്പം നിന്നിട്ടുള്ള വ്യക്തിയാണ്. സാമൂഹിക സുരക്ഷാ രംഗത്ത് വളരെ ഏറെക്കാലമായി നിതാന്ത ജാഗ്രതയോടുകൂടി ജോലി ചെയ്യുന്ന സൈനബയ്ക്ക് കൊടുക്കുന്ന ഈ ഒരു അംഗീകാരം ഇതെന്നും വെഡ്സ് ഇന്ത്യ തനിയെയും അതുപോലെ സമൂഹം ഒന്നടങ്കവും ശ്രദ്ധിക്കപ്പെടുകയും അത് സമൂഹ മധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന ഈ സുദിനം എന്തുകൊണ്ടും വളരെ പ്രാധാന്യം അറിയിക്കുന്നു. ഈ സുദിനത്തിൽ നമ്മൾ സൈനവായത്തയെ ആദരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഈ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സൈനവായത്ത ഒരു വലിയൊരു കാര്യമാണ് ചെയ്തത്. അത് ഇങ്ങനൊരു ആദരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നിന്നും ഒരു വലിയൊരു അനുമോദനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ചെയ്തതല്ല. അന്നേരം സഡൻലി കണ്ടു, പെട്ടെന്ന് വർക്ക് ചെയ്തു. അത് അവരിൽ നിന്നുണ്ടായ ഒരു ആത്മാർത്ഥതയാണ്, അല്ലെങ്കിൽ അവരിൽ നിന്നുണ്ടായ ഒരു ആത്മവിശ്വാസമാണ്. ലുക്ക് ടോപ്പ് മീഡിയ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ വെക്കുമ്പോൾ ഒരു സതുദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ട്. നമ്മുടെ സൈനവാത്തയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഇത്തേക്ക് കഴിഞ്ഞ 29 വർഷമായിട്ടും അവിടെ ടെമ്പററി പോസ്റ്റ് മാത്രമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ വരുന്ന ജീവിതം അവർക്ക് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് റെയിൽവേ അധികാരികൾ, ഉദ്യോഗസ്ഥർ ഈ വീഡിയോ കാണുവാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തുടർന്ന് ചെയ്യണമെന്ന് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുകയാണ്. അപ്പം നമ്മൾ ഈ വെഡ്സ് ഇന്ത്യയുടെ ഭാഗമായിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തതെങ്കിലും അവർക്ക് അനുമോദനങ്ങൾ കൊടുക്കുകയും ആദരവ് അർപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പം നമ്മൾ പറയാതെ പോയ ഒരു പോയിന്റാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും അതിനുവേണ്ടി ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് പരമാവധി ആളുകൾ സഹായിക്കണം. സൈനവാത്ത നമ്മളെ ഓരോരുത്തരെയാണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. കരുനാഗപ്പള്ളി പ്രദേശത്തെ മാത്രമല്ല, ഇന്ത്യൻ റെയിൽവേ ഒന്നടങ്കം ഒരു വലിയ ഭീമമായ നഷ്ടത്തിൽ നിന്നും ഒരുപാട് അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നുമൊക്കെയാണ് കൈപിടിച്ചുയർത്തിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെയും വിലപ്പെട്ട കമൻറ്റുകൾ ഇതിന് ഇത്തയുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു പ്രചോദനമായി തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക, ഇത്തായി മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. നന്ദി, നമസ്കാരം.